കല്യാണം നടത്താൻ പറ്റില്ല, ആരെങ്കിലൊക്കെ വേണ്ടേ? അപ്പൊ റിലേഷൻഷിപ്പ് ടേപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. അടിപൊളി. ചേച്ചി ഭയങ്കര ലക്കി. ചേച്ചിയുടെ ലക്കിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുള്ളിക്കാരന് അജ്മൽ അമീർ. ഈ പുള്ളിക്കാരൻ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് തന്നെ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ എന്ന് പാട്ട് പാടിക്കൊണ്ടാണ് കടന്നു വന്നത്. ഇപ്പോൾ ആ നീര് നന്നായിട്ട് അങ്ങ് തെളിഞ്ഞ് പുള്ളിക്കാരൻ്റെ ഒരു നന്മയുടെ മുഖപടലം അങ്ങ് മാറി വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു അല്ലെങ്കിൽ കണ്ടിഷ്ടപ്പെടുന്നു. പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി പരിചയപ്പെടുന്നു, നമ്പർ മേടിക്കുന്നു. നമ്പർ മേടിച്ചതിന് ശേഷം അണ്ണൻ ഒരു പരിപാടി അതിനകത്ത് ഇറക്കുന്നു. ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിലീസായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ എണ്ണം തെറ്റുകാരനാണെന്നേ തോന്നത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാൻ പോവുക. അപ്പോഴാണ് തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് ബട്ടൺ എവിടെയാണ് തപ്പി കണ്ടുപിടിച്ചിട്ട് അതിലും പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ ടപ്പനെ എന്നൊരു കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. കൂടുതലായിട്ട് വീട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ, നമ്മൾ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് കേട്ടോ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ എൻ്റെ കൺമുന്നിൽ പെടുന്നതെല്ലാം ഇമാതിരി ഒന്നെങ്കിൽ കുൽസിതം ഇല്ലെങ്കിൽ അവിഹിതം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു. അപ്പോൾ പരക്കനെ എനിക്കെതിരെ ഒരു ആരോപണം നടന്നു. ഇവൻ മൊത്തം കുൽസിത ടോപ്പിക്ക്, ഇവൻ മൊത്തം അവിഹിത ടോപ്പിക്ക്, ഇങ്ങനൊരു സാധനം കമന്റ് ബോക്സിലും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എനിക്ക് വന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ നോക്കിയാൽ ഒരു കുൽസിതം, ഇവിടെ നോക്കിയാൽ ഒരു കുൽസിതം, അവിടെ നോക്കിയാൽ ഒരു കുൽസിതം. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുൽസിതം ഐ അവോയ്ഡ്, ബട്ട് കുൽസിതം ലൈക്സ് മീ. അല്ല, കുൽസിത ടോപ്പിക്സ് ലൈക്സ് മീ. ഐ കാണ്ട് അവോയ്ഡ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കുൽസിത ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജ്മൽ അമീർ ഈ പുള്ളിക്കാരൻ ഒരു നടനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലല് തെളിഞ്ഞു മൂകം, ഈ പാട്ടിലൂടെയാണ് പുള്ളിക്കാരൻ കടന്നു വന്നത്. അതിനുശേഷം ലാലേട്ടൻ്റെ അനിയനായിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ നീ നല്ലവന് ഇല്ല കെട്ടവന്, ഇതാണ് ഇപ്പോൾ ചോദ്യം. ഈ പുള്ളിക്കാരൻ ശരിക്കും നന്മയുടെ മുഖമാണോ അത് ചീത്തയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കുൽസിത കോളുകൾ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്തത്. നമുക്കതൊന്ന് കണ്ടിട്ട് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം, ഇയാൾ നല്ലൊരുത്തനാണോ അതോ ഇയാൾ വെറും കുൽസിതനാണോ, നമുക്കൊന്ന് നോക്കിക്കളാം കേട്ടോ. അപ്പൊ ഞാൻ എവിടെ നിൽക്കും? തനിക്ക് രാവിലെ പോയാലും മതിയല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എവിടെ നിൽക്കും? ഐ വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. ഇതാണ് ഇപ്പൊ സംസാരിച്ച സാധനം. തനിക്ക് രാവിലെ പോയാലും മതിയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഈ അജ്മൽ ഈ പെൺകുട്ടിയെ എങ്ങോട്ടോ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ചെല്ലാമെന്ന് സമ്മതിച്ചു. ചെല്ലാമെന്ന് സമ്മതിച്ചിട്ട് അജ്മൽ ചോദിക്കുന്നു, തനിക്ക് രാവിലെ പോയാലും മതിയല്ലോ. ഈ പെൺകുട്ടി നിന്റെ ഉദ്ദേശം എന്താണ് മറ്റവനെ എന്നല്ല ചോദിച്ചത്. ഈ പെൺകുട്ടി ഞാൻ അത്രക്കാരി അല്ല എന്നല്ല പറഞ്ഞത്. അപ്പം ഞാൻ എവിടെ സ്റ്റേ ചെയ്യും? രാവിലെ പോയാലും മതി, അപ്പം ഞാൻ എവിടെ നിൽക്കും? ഇതാണ് ഈ പെൺകുട്ടി ചോദിച്ച ചോദ്യം. ഇത് താല്പര്യത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടതിന് ശേഷം ഒരു പെണ്ണുമാണും കൂടെ സ്നേഹിക്കുന്നു. സ്നേഹിച്ചതിന് ശേഷം അവർ തമ്മിൽ ഇച്ചിരി ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുന്നു. 155 തവണ അവൻ എന്നെ സ്നേഹിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. 156ാമത്തെ തവണയാണ് അവൻ എന്നെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായത്. ഈ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു തൊട്ടി സെറ്റപ്പാണ്. നമുക്ക് ബാക്കിയും കൂടെ കേട്ടിട്ട് കുറച്ചും കൂടെ ഗഹനമായിട്ട് വിശദീകരിച്ച് പറയാം. എവിടെ? I will arrange a place to stay. Between you and me. താൻ മാരീഡ് അല്ലേ? അപ്പോൾ ഈ പുള്ളിക്കാരൻ വേറൊരു തരത്തിലുള്ള അപ്രോച്ച് നടത്തിയപ്പോൾ ഈ പുള്ളിക്കാരി മനസ്സിലായി അപ്രോച്ചാണ് നടത്തുന്നത് എന്നുള്ളത് പുള്ളിക്കാരിക്ക് മനസ്സിലായപ്പോൾ താൻ മാരീഡ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാരീഡ് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പ്രേമിക്കാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി കൊണ്ട് കേൾക്കാം. തനിക്കിതൊക്കെ എന്തിനാ അറിയുന്നത്? നമുക്ക് കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്തു. ആ ഒരു വോയിസ് വീഡിയോ എഡിറ്റ് ചെയ്തത് കട്ട് ചെയ്തു. ഇത് എൻ്റെ കാസറ്റിൽ വന്നത് ഇദ്ദേഹത്തിനെ, ഈ അജ്മൽ അമീറിനെ, ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ, അയാളെ ഫ്രെയിം ചെയ്യുന്ന പോലെ മാത്രമുള്ള കുറേ വോയിസുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈഡ് മാത്രമാണ് വന്നത്. ഫുൾ കോൺവെർസേഷൻ ഡിലീറ്റ് ചെയ്യൂ. എന്തായാലും ഈ ആണിനെ നാറ്റിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു, പെണ്ണിനെ കൂടെ നാറ്റിക്കൂ. രണ്ടുപേരും തൊട്ടിത്തരമാണ് കാണിച്ചത്. ലവൻ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരുത്തൻ വേറൊരു പെണ്ണിനെ കാണുമ്പോൾ താല്പര്യമുണ്ടോ, നമ്മള് സൂപ്പർ സ്റ്റാർ സിനിമ നടൻ എന്ന സെറ്റപ്പ് ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ തൊട്ടി. ഇതേ സാധനം പെൺകുട്ടി, ലവൻ സിനിമ നടൻ, അവൻ ഫെയിം, അവൻ്റെ
ദമ്പടി ഉണ്ട്, കാണാനൊക്കെ തിരക്കേടില്ല. ഞാൻ എന്നെ ട്രൈ ചെയ്യുന്നു, സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയും പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരുത്തൻ്റെ പുറകെ ഈ പെൺകുട്ടിയും പോയിട്ടുണ്ട്. രണ്ടെണ്ണവും വൃത്തികേടാണ് കാണിച്ചത്, നെറികേടാണ് രണ്ടുപേരും കാണിച്ചത്. എന്നിട്ട് ലവൻ മാത്രം പ്രശ്നക്കാരൻ കേട്ടോ. എൻ്റെ പേഴ്സണാലിറ്റിയും എൻ്റെ ഐഡന്റിറ്റിയും ഹൈഡാക്കി വെക്കണം. അവൻ്റെ എല്ലാം വിട്ടേരെ, അവൻ്റെ വോയിസും അവൻ്റെ മുഖം എല്ലാം വിട്ടേരെ. എനിക്ക് മനസ്സിലായില്ലേ സെറ്റപ്പ്. ആ പെൺകുട്ടിയും പുറത്തു വരട്ടെ. പെൺകുട്ടി ധൈര്യം ഉണ്ടെങ്കിൽ പെൺകുട്ടി വന്ന് പറയട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവനെ മോശമായിട്ട് പെരുമാറും, ഞാനപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്തു എന്ന് പറയട്ടെ. താല്പര്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിച്ചതിന് ശേഷം എന്തോ ടേംസ് ഉണ്ടോ, നീ അവൻ പൈസ കൊടുത്തില്ല, അല്ലെങ്കിൽ അവൻ അവോയ്ഡ് ചെയ്തു, അവൻ പ്രശ്നം, അവന്റെ മുഖം വലിച്ചു കീറുന്നു. ആ സെറ്റപ്പായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് കേട്ടോ. അയ്യോ അതുകൊണ്ട് അച്ഛമല്ലമ്മ, അയ്യോ അവൻ തന്നെ ഒറിജിനൽ ആള്, ഉറപ്പ് വരുത്തിയതാ. ഇതല്ല അവൻ തന്നെ ആണോ എന്ന് ഇവൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്താ. ഈ പുള്ളിക്കാരെ തല കൂടെ തുണി ഇട്ടേക്കുവാണോ, എന്തൊരു സംഭവം എന്തായിരുന്നത്? അല്ല കർട്ടന്റെ പിന്നിൽ ഒളിച്ചിരുന്നത്. അപ്പൊ അണ്ണൻ തന്നെ അന്ന് ഉറപ്പിച്ചതാണ്. സംഭവം വെരിഫൈഡ് കോളാണിത്. സംഭവം മനസ്സിലായല്ലോ അല്ലേ? എന്തിന് ഞാൻ കേൾപ്പിക്കുന്നില്ല. അത് വളരെ മോശമായിട്ടുള്ള സാധനമാണ്. ഫാമിലി ഓഡിയൻസിനെ കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ പെൺകുട്ടി, പൊതുവെ ഒരു പെൺകുട്ടിയോട് അശ്ലീലമായിട്ടൊരു സാധനം പറയുമ്പോൾ നീ പോടാ മറ്റവനെ, എന്നോടാണോ ഇത്ര സംസാരിക്കേണ്ടത് എന്ന് ആ പെൺകുട്ടി റിപ്ലൈ കൊടുത്തിട്ടില്ല. ഈ മൊത്തം കോൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടുപേർക്കും താല്പര്യമുണ്ട്. ആ താല്പര്യത്തോടെ മുമ്പോട്ട് പോയി ഏതോ ഒരു ടേംസിൽ ഇവർ തമ്മിൽ തെറ്റിപ്പിരിക്കും. ഇത്ര ഉള്ള സംഭവം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് മറ്റേത് കണ്ടന്റ് ക്രിയേറ്ററിന്റെ വീഡിയോ എടുത്ത് നോക്കിയാലും കേൾക്കാൻ പറ്റും. പക്ഷെ ഞാനത് കേൾപ്പിക്കുന്നില്ല. 2 ദിവസമായി എന്തേ? ഞാൻ കുളിച്ചു. ഇന്ന് ബാത്തപ്പിൽ കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ 2 മണിക്കൂർ ബാത്തപ്പിൽ. 2 മണിക്കൂറാണോ ബാത്ടബിൽ? ഇപ്പൊ അവിടുന്ന് നാണം വരുന്നത്. ഇതൊക്കെ കേൾക്കാൻ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഒരുത്തൻ നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്യുന്നു. ഇത് കാണുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ മിസ്ബിഹേവ് ചെയ്യുകയാണെന്ന് തോന്നി, നമുക്ക് താല്പര്യമില്ല. അവൻ ചോദിക്കുകയാണ്, കുളിച്ചായിരുന്നോ, കുളിച്ചോ? അപ്പൊ എന്ത് പറയും? അറിഞ്ഞിട്ട് നിനക്കെന്തോ കാണിക്കാനാണെന്ന് ചോദിക്കത്തുള്ളൂ. ഈ പെൺകുട്ടി പറയുന്നത് അങ്ങനെയല്ല, ഞാൻ 2 മണിക്കൂർ കിടന്നു, കളിയാക്കാനാണെങ്കിൽ പോലും 2 മണിക്കൂർ ഞാൻ റോസ് വാട്ടറിൽ കിടന്നു, ഞാൻ ഫുള്ള് ക്ലീൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള സംസാരം നടന്നിട്ടുണ്ട്. സംസാരമൊക്കെ നടന്നതിന് ശേഷം ഇയാളെ മാത്രം തെറ്റുകാരനായിട്ടൊരു സാധനം വരുന്നത് എനിക്ക് ശരിയാന്ന് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, രണ്ടുപേരും ചെയ്ത തെറ്റാണ് അത്. പക്ഷെ ഒരുത്തനെ മാത്രം പ്രതിസ്ഥാനത്തേക്ക് വലിച്ചിരുന്നത് ശരിയല്ല. സ്ത്രീ എന്നുള്ള കാരണം ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്ത്രീ എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണനകൾ നമ്മുടെ സമൂഹത്തിൽ കിട്ടാറുണ്ട്. അങ്ങനെ പരിഗണനകൾ കിട്ടും എന്നുള്ളത് കൊണ്ട് അതിനെ ഉപയോഗിച്ച് പുരുഷനെ മാത്രം താറടിച്ച് കാണിക്കുന്ന ചില സ്ത്രീകളോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഭാഗ്യേക്കാം. എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിയെന്ന്? എന്തിനു മുന്നേ അറിഞ്ഞിട്ട്? അനക്ക് ഇജ്ജ് ചിന്തിച്ചനക്ക് നടന്നാ പോരെ. ബാക്കി പറ. ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നത്. ഒരു സെലിബ്രിറ്റി ഫോളോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്ത. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസൻ ലൈക്ക് എ നോർമൽ സ്റ്റഫ്. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. വാനിഷ് മോഡ് യൂസ് ചെയ്തു. സേഫ് സോൺ കളിയാ. അപ്പോഴത്തേനും വണ്ണം വാനിഷ് മോഡൊക്കെ ഇട്ടിട്ട് ചാറ്റ് ചെയ്യത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും ഈ സാധനം പൊക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോഴേ അറിയാൻ പറ്റും ചാറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് എങ്ങനെ അറിയാമോ? ഞാൻ വാനിഷ് മോഡ് ചാറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുളിച്ചതല്ല കേട്ടോ. ബാക്കിയൊക്കെ എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ മെറ്റ് ഹിം വൺസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി when he texted me, I told that ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി. ആൻഡ് he came to there in his white jaguar. ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ I told him like come out, what's the issue? അപ്പോൾ he was like ഇല്ല ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും, you get into the car, we'll go for a ride. അങ്ങനെ എന്നിട്ട് സംസാരിച്ചു. കാറിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. സംസാരിച്ചു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുള്ളി ഒരു 2 മണി 3 മണിക്കൊക്കെ വിളിക്കും. എന്നിട്ട് 2 മണി 3 മണിക്കൊക്കെ വിളിക്കും. ഈ അണ്ണൻ ഉറക്കമൊന്നുമില്ല കേട്ടോ. ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ഇങ്ങനെ പരതി നടക്കും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സമൂഹ മാധ്യമങ്ങളിൽ പരതി നടക്കുമ്പോൾ കാണാൻ ഇച്ചിരി സൗന്ദര്യമുള്ള ഒരു കൊച്ചിനെ കണ്ടു, യു ആർ ലോക്ക്ഡ്
പിന്നെ മണിക്കൂട്ടി അങ്ങോട്ട് ഓടി തുടങ്ങും. കാരണം അപ്പോഴേ അപ്രോച്ച് ചെയ്ത് തുടങ്ങും, ഒരു ഫോളോ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ വെരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് സൗത്ത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു സിനിമ നമ്മളെ ഫോളോ ചെയ്തു. അപ്പോഴത്തേനും പുള്ളിക്കാരനായിട്ട് ഇതാവും, പുള്ളിക്കാരനായിട്ട് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വഭാവം എടുത്തിടും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാരൻ പല സ്ത്രീകളോട്, ഈ അജ്മൽ പല സ്ത്രീകളോട് അയാളുടെ ഒരു കോഴി അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിങ് സ്വഭാവം എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇതുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ചാനലിൽ ലൈഫ് ഓഫ് അനന്തുവിന് പേഴ്സണലായിട്ട് ഒരു പെൺകുട്ടി അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജ് ലൈഫ് ഓഫ് അനന്തു പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കേൾക്കാം. നമ്മളിത് എല്ലാം കൂടെ കൂട്ടി ചേർത്ത് കേൾക്കുമ്പോൾ അണ്ണൻ്റെ സ്വഭാവത്തെ എന്തെങ്കിലും നമ്മൾ നശിപ്പിക്കാൻ തീരുമാനിച്ചു, നമുക്ക് അങ്ങ് നശിപ്പിച്ചാളെ. സലൂണിൽ ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ വന്നിട്ട് അവിടെ മോഡലായിട്ടൊരു ആഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കിടെ. അപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന പുള്ളിൻ്റെ പേഴ്സണൽ ഹെയർ ഡ്രസ്സറിന് അവിടെ ജോലി സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി ആൾക്ക് അവിടെ ജോബ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ മാനേജറായിട്ട് എൻ്റെ നമ്പർ കൊടുത്തു. പിന്നെ അതിൽ വിളിച്ച് സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാൻ അവിടെ വരാം, ഓഫ് എടുക്കുമോ. ഞാൻ ചോദിച്ചു എന്തിനാ മീറ്റ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇഷ്ടം കൊണ്ട് അല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ ചോദിച്ചു എന്തിനാ മീറ്റ് ചെയ്തിട്ട് ചുമ്മാ നമുക്ക് വർത്താനം പറയാം, അങ്ങനെ പുറത്ത് പോകാനൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, എന്നാൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് അണ്ണൻ ആദ്യം വിളിച്ചിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പം ഈ പെൺകുട്ടിയോടും അണ്ണൻ അതേ അപ്രോച്ച് നടത്തി. അണ്ണൻ ഡീസൻ്റ് ആയിട്ടാണ് അപ്രോച്ച് നടത്തുന്നത്. അപ്രോച്ച് നടത്തിയിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ അണ്ണൻ മുന്നോട്ട് കൊണ്ടുപോകും, താല്പര്യം ഇല്ലെങ്കിൽ അണ്ണൻ പിടിച്ചു നിർത്തും. ഇതിനകത്ത് രണ്ടുപേരും സ്വന്തം താല്പര്യത്തോടെ സ്വന്തം ഇഷ്ടത്തോടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഈ വോയിസുകളൊക്കെ പുറത്തു വിടുന്നത് ശരിയല്ല. ഇപ്പം ഈ പെൺകുട്ടി അനന്തുവിൻ്റെ ചാനലിൽ പറഞ്ഞ് ഈ പെൺകുട്ടി പറഞ്ഞതായാലും എനിക്കതിനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു, അവോയ്ഡ് ചെയ്തു. പക്ഷേ പച്ചയ്ക്ക് മുഖത്ത് നോക്കി ഇപ്പോൾ ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കരുത് ചെറ്റ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മറ്റൊരു പെൺകുട്ടിയെ എടുത്തിട്ട് പോകത്തില്ല. അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ ഒരുപാട് പുരുഷന്മാർ ഇത്തരത്തിൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ കുഴി എവിടെ, ഒന്ന് വീഴാൻ ഒരു കുഴി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് പോയി ചാടുന്ന പെൺകുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ കുഴിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുക. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ മെസ്സേജ് അയക്കുമ്പോഴത്തേനും അന്നേരം അയച്ചോ സെലിബ്രിറ്റി അയച്ചു എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പരമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ വലിച്ചു കീറുമ്പോൾ നമുക്ക് ഒരു സാധനം കൂടെ കാണിക്കാം. സാത്താൻ്റെ ചാനലിൽ പുള്ളിക്കാരൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കണ്ടൊരു അനുഭവം പറയുന്നുണ്ട്. അതുകൂടെ കണ്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് എപ്പോഴും പരിപാടി നിർത്താം. ഇങ്ങനെ വള്ളി പിടിച്ചപ്പോഴേലും പുറത്താവുന്നുള്ളത് കാര്യം മറ്റൊന്നല്ല. ഞാൻ മുമ്പ് കൊച്ചിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ കാക്കനാട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരികളുണ്ട്. ഈ കൂട്ടുകാരും കൂടെ ഞാൻ വരുന്ന സ്ഥലത്തേക്ക് വരുന്നതിന് മുന്നേ അവർ കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇയാൾ കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് ഇവള് കണ്ടിട്ട് ഇന്ന നടനല്ലേ എന്നൊക്കെ ചോദിച്ച് ഈ കൂട്ടാനടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇത് കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഇവളുടെ അടുത്ത് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഇവളുടെ ഇതിന് നമ്പർ വാങ്ങിച്ചു. അതിനുശേഷം ഇവൻ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്കൊന്നും എന്താ ആരും നമ്പർ തരാത്തേ, ആരെങ്കിലുമൊക്കെ നമ്പർ താമോ. ഇത് എന്താ ഇവനൊക്കെ ഇവിടുന്ന് സൗന്ദര്യം ഫെയിമും ഒരു ഇതല്ലേ, പണവും ഒന്നും നമുക്കില്ല. എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്, ചുരുക്കം ചില സ്ത്രീകളെ മാത്രമേ ഞാൻ പറയുന്നത്. അതാണ്ട് തൊട്ട് പുറകെ ആ വാങ്ങിച്ച നമ്പറിൽ ഒരു മെസ്സേജ് വന്നേക്കുന്നത്, നമുക്കാണെങ്കിൽ ഒരു റൈഡിന് പോയിട്ട് വരാം, എൻ്റെ കയ്യിൽ കാറുണ്ട്, നമുക്ക് പോയിട്ട് വരാന്നുള്ള രീതിയിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇയാൾ ഒരു ഫ്ലേർട്ടാണ്. കാര്യം പരിചയപ്പെട്ടിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല. അപ്പോൾ തന്നെ ഒരു റൈഡിന് പോകാന്ന് പറഞ്ഞ് ഇയാൾ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അവൾ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഇയാളുടെ പുതിയൊരു പടത്തിലേക്ക് ഓഡിയേഷന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്, ഓഡിയേഷന് വരണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി അങ്ങോട്ട് തട്ടി നോക്കും, താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങ് നൈസായിട്ട് പറഞ്ഞു വിട്ടങ്ങ് പോകും. അപ്പോൾ ഈ താല്പര്യപ്പെടുന്നവരെയാണ് വല വീശി പിടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ താരങ്ങൾ കഴിയുമ്പോഴത്തേനും അപ്പോഴേ താല്പര്യമില്ലെന്ന് പറയാം. ഇതിനകത്ത് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് ഇയാൾ വന്ന് ഇയാൾക്ക് താല്പര്യം തോന്നുന്ന പെൺകുട്ടികളോട് ചോദിച്ചു, ആ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വിട്ടു, താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഇയാളുടെ കൂടെ അവരുടെ താല്പര്യത്തോടെ പോയി. ഇയാൾ പറഞ്ഞു പറ്റിച്ചാൽ ഇയാൾ വിവാഹിതനാണെന്ന് എല്ലാവർക്കും അറിയാം, ഭാര്യയായിട്ട് നല്ല ടേംസിലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇയാളോടെ പോയ സ്ത്രീകളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇയാൾ ഒരു പെൺകുട്ടിയെ പോലും പിടിച്ച് ചെയ്തതായിട്ട് നമുക്കറിയില്ല, സ്വന്തം ഇഷ്ടത്തോടെയാണ് പോയിരിക്കുന്നത്. എന്നാലും അത് തെറ്റാണ്. ഇവനും ഒരു കോഴിയാണ്. ഈ ആദ്യത്തെ നമ്മൾ വീഡിയോ കേട്ട പെൺകുട്ടി ഒരു കോഴിയാണ്. അപ്പോൾ ഇയാളെ മാത്രം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, രണ്ടുപേരെയും കൂടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഇയാൾ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യട്ടെ. ഈ കുൽസിത വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. ബൈ.